ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് വാക്ക്. ബംഗ്ലാ സ്വദേശിയായ മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങിൽ നിന്ന് വീണു നട്ടെല്ല് തകർന്നിരിക്കുകയാണ്. എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. കുടുംബത്തിൽ മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. അദ്ദേഹമായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയം. അതുകൊണ്ട് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് അദ്ദേഹവും കുടുംബവും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും അദ്ദേഹത്തിന് 3000 രൂപയുടെ മരുന്ന് ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ വീടും തകർന്നിരിക്കുകയാണ്, താമസയോഗ്യമല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ വീട് നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നൽകണമെന്ന് എല്ലാ ദീനീ സ്നേഹികളോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. മഹലിന്റെ കത്തും അതോടൊപ്പം വെച്ചിട്ടുണ്ട്. സമസ്തയിലും മരം മുറി വിവാദം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ മരം മുറിച്ചെന്ന പരാതി. 100ാം വാർഷികോപകാരമായി സമസ്ത ഇസ്ലാമിക് സെന്റർ പ്രഖ്യാപിച്ച ആക്സസ് പദ്ധതി മേഖലയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയത്. സമസ്തയുടെ ഉസ്താദുമാർ 2 പേർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നടപടി ആവശ്യപ്പെട്ട് SIC സൗദി ഘടകം സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് കത്തയച്ചു. ആ കത്തിന്റെ കോപ്പി 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. പറയൂ സമീർ. ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ സമസ്തയിലും മരംമുറി വിവാദം സജീവമാകുകയാണ്. 5.5 ഏക്കർ ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയിരിക്കുന്നത്. സംസ്ഥയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിക്കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത 5 ഏക്കർ ഭൂമി വാങ്ങിയത്. അവിടെ ഒരു നിർദ്ദിഷ്ട പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസ് എന്ന പേരിലാണ് ആ പദ്ധതി. അട്ടപ്പാടി ചാരിറ്റബിൾ സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഏറ്റെടുത്ത സ്ഥലത്ത് നിന്നാണ് തേക്ക്, ഈട്ടി ഉൾപ്പെടെയുള്ള വലിയ മരങ്ങൾ അവിടെ നിന്ന് മുറിച്ചു കടത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉയർന്നിരിക്കുന്നത് അതിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ അത് മുറിച്ചു കടത്തി എന്നുള്ളതാണ്. അതിന്റെ 2 ഉസ്താദുമാർക്കാണ് അതിന്റെ ചുമതല നൽകിയിരുന്നത് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. ആ വേളയിലാണ് അതിന്റെ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റിന്റെയോ ഒപ്പോ അനുമതിയോ കൂടാതെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ മരം മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ക്രമക്കേടുകളും ഉയർന്നിരിക്കുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ വലിയ തുകയുടെ ക്രയവിക്രയം അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ 2 ഉസ്താദുമാരും മുഫത്തിഷുമാരായിട്ട് തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വേളയിൽ കൂടിയാണ് സംസ്ഥ ഇസ്ലാമിക് സെന്ററിന്റെ സൗദി ഘടകം ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സംസ്ഥയുടെ ഉന്നത നേതാക്കൾക്കാണ് ഈ പരാതി അയച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇത് ചർച്ചയായിട്ടുണ്ട്. വലിയ തുകയുടെ മരങ്ങളാണ് അവിടെ നിന്ന് കടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കേരളീയ സമൂഹത്തില് ജീവകാരുണ്യ മേഖലയില്, ചാരിറ്റി മേഖലയിലൊക്കെ നല്ല പങ്കാളിത്തം വഹിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് മാതാ അമൃതാനന്ദയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിധിക്കുമ്പോഴും തെറ്റാണ്. നമ്മുടെ നാട്ടിൽ കുറെ മാന്യന്മാരുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി. അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ്. പിന്നെ പേരെങ്ങനെ പറയില്ലെന്ന് മാത്രം. എന്തിനാണ് വെറുതെ എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ പറയണത്? എന്ത് ദ്രോഹാണ് അത്! ഇസ്ലാമിക വിരുദ്ധാണ്. എന്തിനാണ് വെറുതെ എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ പറയണത്? എന്ത് ദ്രോഹാണ് അത്! ഇസ്ലാമിക വിരുദ്ധാണ്. സമസ്തയുടെ പൂർണ്ണമായ വൃത്തത്തിനകത്താണ് സുന്നി മഹൽ ഫെഡറേഷൻ ഉള്ളത്. അതുകൊണ്ട് സുന്നി മഹൽ ഫെഡറേഷൻ എന്ന ഈ വൻ ശക്തി, ആ ശക്തമാണ് സമസ്തയുടേത്. അതുകൊണ്ട് മഹല്ല് ജമാഅത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരോട് എളിമയോടൊരു സൂചനയുണ്ട്. ചില ഭാഗങ്ങളിൽ ഉയർന്നു കാണുന്ന വിമർശനാത്മകമായിരിക്കുന്ന എന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ
അറ്റകൈ പ്രയോഗങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ചിലർ റമളാൻ അടുക്കുന്ന, അല്ലെങ്കിൽ ചിലർ റമളാൻ കഴിയാൻ കാത്തിരിക്കുകയാ. ഈ മഹല്ലിലെ ഉസ്താദ് സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു, അയാൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വിമർശനം നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് അയാൾ ഇനി വേണ്ട, പകരം ആരായാലും കുഴപ്പമില്ല എന്ന വിധത്തിൽ MSR ഇല്ലാത്തവരെ, ജമിയത്തുൽ ഖുത്തബായിന്റെ QSR ഇല്ലാത്തവരെ ആ മിഹ്റാബിലേക്കും മിമ്പറിലേക്കും മദ്രസയിലേക്കും കടത്തിക്കൊണ്ടുവരാന്ന നീക്കങ്ങളുണ്ടെങ്കിൽ മഹല്ല് ജമാഅത്തുകളോട് പറയുന്നു, അത് ആത്മഹത്യാപരമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ഇന്നും നാളെയും പറഞ്ഞാൽ തീരും. നമ്മുടെ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും സയ്യിദുൽ ഉമ്മയും ഒരുമിച്ചിരുന്ന് അത് പറയുന്നതോടുകൂടി അവസാനിക്കും. നമുക്ക് കെട്ടിപ്പുണർന്നൊന്നിച്ച് സംഘശക്തിയാവാനുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കി ഇതിനെ പരസ്പരം തമ്മിൽ മുട്ടിച്ച് കുട്ടനെയും മുട്ടനെയും ഏറ്റുമുട്ടിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന കുറുക്കന്റെ കൗശലത്തോടെ ആരെങ്കിലും മഹല്ലുകളിലേക്കും മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളിലേക്കും നുഴഞ്ഞു കയറാൻ MSR ഇല്ലാത്തവനും QSR ഇല്ലാത്തവനും വേഷധാരികളും സുന്നി വിരുദ്ധമായ ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും ആശയമുള്ളവരും കടന്നു വരാൻ തയ്യാറാകുന്ന പക്ഷത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ തയ്യാറെടുപ്പ് മഹല്ല് ജമാഅത്തിൽ ഉണ്ടാകണമെന്ന് എളിമയോടെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, രണ്ടാമതായി വേറൊരു മൗലവി, അയാൾക്ക് കൈവെട്ട് മൗലവി എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് കേട്ടോളി, അദ്ദേഹം സുന്നിയായി രംഗത്ത് വരികയാണ്. വകുപ്പ് മാറി ചില മന്ത്രിമാർ കൈയിട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രവണത ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അത്തരക്കാരുടെ കൈ വെട്ടുകയല്ല, അത്തരക്കാരുടെ അടിവേര് പിഴുതെടുക്കാൻ സുന്നികൾ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, സുന്നിയുടെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് എന്താ കാര്യം? സമസ്തയും സനദുകളും എന്ന പേരിൽ കുറ്റ്യാടിയിൽ വെച്ച് ഷാർ മുബാറക്ക് സംബന്ധമായി പ്രസംഗിച്ച പ്രസംഗത്തിൽ ഇദ്ദേഹം മുജാഹിദിന്റെ സുവനീറിൽ അദ്ദേഹത്തിന്റെ ചിത്രവും മറ്റുള്ള മുജാഹിദ് നേതാക്കൾ ബേഡ്ജും കുത്തി ഇരിക്കുന്ന ചിത്രം ഞാൻ കാണിച്ച് കുറ്റ്യാടിയിൽ വെച്ച് സംസാരിച്ചിട്ട് ഇന്ന് വരെ ഇദ്ദേഹം ഒരു സുന്നിയാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ? ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം. ആരായി നാസർ കൊടുത്തായി? ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്ലാം നീതിക്ക് നമുക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ, മുജാഹിദ് സമ്മേളനത്തിന്റെ സുവനീർ. ഇതിന് 186 പേജ് മറിക്കുക. 186 പേജ് മറിച്ചാൽ നിങ്ങൾക്ക് നാസർ കൂടാത്തായി കാണാം. മുജാഹിദിന്റെ സുവനീറിൽ നാസർ കൂടത്തായിയെ കാണാം. ഇപ്പോഴത്തെ സമസ്തന്റെ ജാഥ വഹിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത്, സംശയം വേണ്ട. എന്താ സൂക്കേട് എന്ന് മനസ്സിലാക്കണോ? അതെ, നാസർ ഫൈസി, KP സക്കരിയ ബേഡ്ജും കുത്തിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരും ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം. മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ. ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു സമസ്ത ഉണ്ടോ? ഇങ്ങനെ ഒരു സമസ്ത പൂർവികമായി നടന്നിട്ടുണ്ടോ? നിഷ്പക്ഷമായി മുസ്ലിമീങ്ങളുടെ രോഗം എവിടെയാണെന്ന് കണ്ടെത്തണം. സമസ്തയുടെ പേര്, സുന്നിയുടെ പേര് ഉപയോഗിക്കാൻ ഈ മുജാഹിദുകളുടെ കൂടെ പോയി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന, അവരുടെ സുവനീറുകളിൽ അവരുടെ നേതാക്കളുടെ കൂടെ ചിത്രം കാണുന്ന ഈ കക്ഷികൾക്ക് എന്താണ് അവകാശം എന്ന് ഒരു സുന്നിയായ ഞാൻ ചോദിക്കുന്നു. മറുപടി ഉണ്ടെങ്കിൽ പറയണം. സഹോദരന്മാരെ, ഇന്നേ വരെ ഒരു സ്റ്റേജിലും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. കുറിച്ചു വെക്കണം. വഅദ് പറഞ്ഞു പോകല്ല, ചോദ്യം ചോദിക്കുകയാണ്, കുറിച്ചു വെക്കണം. ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര സിദ്ധാന്തം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ അവരോട് ആദ്യമായി പറയാറുള്ളത്. രാഷ്ട്രീയം പറയുന്നവർ ഇലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റു കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞുകൊള്ളട്ടെ.
എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ദീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല. ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കി തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള പാർട്ടികൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ സ്ഥാനം കൊടുത്ത് വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണെന്ന് ഞാനിപ്പോൾ പേര് പറയേണ്ടതില്ല. ഒരു 0.5% പോലും ഇല്ലാത്ത ചില കക്ഷികൾ പരിശുദ്ധ ദീനിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും വികലമായി ചിത്രീകരിച്ച് അവരിവിടുത്തെ വലിയ പാർട്ടികളാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. ആ അവസ്ഥ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ പാരമ്പര്യമായി ഇന്ത്യ രാജ്യം നിലനിന്നത് മുതൽ ഉള്ള സംഘടനയാണ്. എല്ലാവർക്കും അറിയാം, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിൻ്റെ ശബ്ദമാണ്. കാരണം അമ്പിയാക്കളുടെയും സർവ്വജനങ്ങളുടെയും പിതാവായ ഒന്നാമത്തെ മനുഷ്യർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്താണ്, അവിഭക്ത ഇന്ത്യയിലാണ്. ഇപ്പോൾ ആ സ്ഥലം ഇന്ത്യയിൽപ്പെട്ടതല്ലെങ്കിൽ പോലും അന്ന് ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാം പറയുന്ന ഈ കലിമത്തു തൗഹീദിൻ്റെ ഒന്നാം ഭാഗമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ആദ്യമായി ലോകത്തിന് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കാണ് ആദം നബി അലൈഹിസ്സലാം കേൾപ്പിച്ചിട്ടുള്ളത്. അന്ന് മുതൽ ശേഷം എത്രയോ അമ്പിയാക്കളും സാലിഹ്യങ്ങളും ഇവിടെ കഴിഞ്ഞുപോയി. എന്നാൽ അവർ പഠിപ്പിച്ച തൗഹീദിൻ്റെ അർത്ഥം ഒരിക്കലും ഇവിടെ വികലമാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അത് അവസാനത്തെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ തൗഹീദ് ലോകത്തിന് നിലനിൽക്കുകയല്ലാതെ ഒരിക്കലും ഇവിടെ കുഴപ്പമോ ഭിന്നതയോ ഉണ്ടായിട്ടില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത്തരം ഭിന്നതകളിൽ നിന്നും ഛിന്ന ഭിന്നമായി പോകുന്ന പ്രവണതകളിൽ നിന്നും മാറി നിൽക്കുകയും ഒറ്റക്കെട്ടായി ഇവിടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ചിന്താഗതികൾ നിലനിർത്തുന്നതിന് വേണ്ടി യത്നിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആരാണ് എന്നും അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും വിശദമായി നാളെയും അടുത്ത ദിവസവും ഉള്ള സമ്മേളനങ്ങളിൽ നമുക്ക് കേൾക്കാം. ഇന്ന് കേൾക്കാത്തതിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അള്ളാഹു നമ്മുടെ ഈ സമ്മേളനം അവൻ പൊരുത്തപ്പെട്ട ഒരു സമ്മേളനമായി
സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി അധ്വാനിച്ച പ്രവർത്തകന്മാർ, വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ, പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.